2022 മുതൽ തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെയും അത് കൂടാണ്ട് ഫാമിലി ഹെൽത്ത് വെൽഫെയർ മിനിസ്ട്രിയുടെയും സൈഡിൽ നിന്ന് ഇന്ത്യയിലും വിദേശത്തും MBBS പഠിച്ചിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് കൊണ്ടുവരുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ നടക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് 2023 ജൂൺ മാസം 27-ാം തീയതി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നെസ്റ്റ് റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൺസ് 2023 നെസ്റ്റ് റെഗുലേഷൻ എന്ന പേരിൽ ഈ ഒരു ഗസറ്റ് വന്നതോടുകൂടി തന്നെ എന്തായാലും ഇന്ത്യയിൽ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ പ്രാക്ടീസിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം 100% എന്ത് ചെയ്തിട്ടുണ്ട്, കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറണ്ടിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് 2025 മുതൽ ഇന്ത്യയിലും വിദേശത്തും MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി മുതൽ നെസ്റ്റ് എന്ന പേരിൽ, അതായത് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് എന്ന പേരിലുള്ള ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് എഴുതാനായിട്ട് പോകുന്നത്. കറണ്ടിലി ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേറെ എക്സാമിനേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇവിടെ ലൈസൻസ് ടു പ്രാക്ടീസ് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വിദേശത്ത് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമായിരുന്നത് ഇവിടെ വന്നിട്ട് FMGE, അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന പേരിൽ ഒരു എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഈ ഒരു FMGയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 300 മാർക്കിന്റെ എക്സാമിനേഷൻ ആണ് FMGക്കകത്ത് ഉണ്ടായിരുന്നത്. ഓൺലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് അതിലുണ്ടായിരുന്നത്. അത് എഴുതിയിട്ട് എന്ത് ചെയ്യാം, 150 മാർക്ക് മേടിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസിംഗ് ലൈസൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വൺസ് FMGE റീപ്ലേസ് ചെയ്തതിന് ശേഷം ഇനി മുതൽ നെസ്റ്റ് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്, ഈ ഒരു നെസ്റ്റ് എന്ന് പറഞ്ഞ എക്സാമിനേഷന്റെ സ്ട്രക്ചർ എന്താണ്, അത് കൂടാണ്ട് ഈ ഒരു നെസ്റ്റ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ വരുന്നതോടുകൂടി ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത് കൂടാണ്ട് വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് അഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ഇതിൽ ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗസറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ടോട്ടലായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യാം. സോ 2023 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നെസ്റ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞൊരു ഗസറ്റിലെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെസ്റ്റ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻ ഇനി മുതൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് 2 സ്റ്റെപ്പിലായിട്ടായിരിക്കും എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന 2 സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 എന്താണെന്ന് നമ്മളും അറിയേണ്ടതായിട്ടുണ്ട്. സോ അസ്പർ നമ്മൾ ഈ ഒരു ഗസറ്റ് സ്റ്റഡി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് തിയറി എക്സാമിനേഷനും അത് കൂടാണ്ട് സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസും ആണ് സ്റ്റെപ്പ് 2വിന്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ MBBS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ആൾ എഴുതാനായിട്ട് പോകുന്നത് ആളുടെ 4.5 വർഷത്തെ MBBS പഠനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുമ്പായിട്ടായിരിക്കും സ്റ്റെപ്പ് 1 എക്സാമിനേഷൻ ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ആള് കൊടുക്കാനായിട്ട് പോകുന്നത്. സോ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എഴുതി പാസ്സായതിനു ശേഷമായിരിക്കും ആൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്റേൺഷിപ്പ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എഴുതാനായിട്ട് പോകുന്നത്. ഇനി വിദേശത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദേശത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ FMGL റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗസറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ FMGL റെഗുലേഷൻ ഗസറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അത് കൂടെ ഒന്ന് കണ്ടു നോക്കുക. സോ നമ്മൾ FMGL റെഗുലേഷൻ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യുന്ന കോളേജിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എക്സാമിനേഷൻ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, സോ വൺസ് നമ്മൾ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എക്സാമിനേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എന്ത് ചെയ്യണം, സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എക്സാമിനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എനിഹൗ നമ്മൾ ഇന്ത്യയിലായാലും വിദേശത്തായാലും പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് പോകുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റെപ്പ് 1 എക്സാമിനേഷൻ കൊടുക്കുന്നത്. അതിനുശേഷം ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം, അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്റ്റെപ്പ് 2 എക്സാമിനേഷൻ കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് കൂടാണ്ട് നമ്മുടെ 2023 നെസ്റ്റ് റെഗുലേഷനിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MBBS ജോയിൻ ചെയ്ത് 10 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മുടെ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മുടെ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എക്സാമിനേഷനിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എക്സാമിനേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ തിയറി എക്സാമിനേഷൻ ആണ്.
അതിനകത്ത് മെയിൻ ആയിട്ട് 6 സബ്ജക്ട്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനകത്ത് ഈ ഒരു 6 സബ്ജക്ട്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് മെഡിസിൻ ആൻഡ് അലൈഡ് ഡിസിപ്ലിൻസ് വരുന്നുണ്ട്, ദെൻ സർജറി ആൻഡ് അലൈഡ് ഡിസിപ്ലിൻസ് വരുന്നുണ്ട്, അത് കൂടാണ്ട് എന്താണ് ഗൈനക്കോളജി വരുന്നുണ്ട്, പീഡിയാട്രിക്സ് വരുന്നുണ്ട്, ENT വരുന്നുണ്ട്, ദെൻ ഒഫ്താൽമോളജി വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും സബ്ജക്ട്സ് ആണ് എന്താണ് മെയിൻ ആയിട്ട് നെസ്റ്റിന്റെ ഫസ്റ്റ് ഫേസിൽ, അതായത് തിയറി എക്സാമിനേഷനിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സ്. ഓക്കെ, സോ ഈ ഒരു 6 സബ്ജക്ട്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു 6 സബ്ജക്ട്സ് നമ്മൾ എന്താ തിയറി എക്സാമിനേഷൻ പാസ്സായതിനു ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് പോകും. ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ നമ്മുടെ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എക്സാമിനേഷനിലോട്ട് പോകും. സോ ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് എന്ത് നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എക്സാമിനേഷൻ എഴുതാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 2 തവണയാണ് ഒരു വർഷത്തിൽ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മെയ്യിലും നവംബറിലുമായിട്ടായിരിക്കും എന്ത് വരുന്നത്, നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എക്സാമിനേഷൻ എല്ലാ വർഷത്തിലും കണ്ടക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ആളുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒത്തിരി അറ്റംപ്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഒരു വർഷത്തിൽ നമുക്ക് എന്താ 2 അറ്റംപ്റ്റ്സ് നമുക്ക് എന്താണ് നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എഴുതി പാസ്സാവാനായിട്ടുണ്ട്. ഓക്കെ, നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എക്സാമിനേഷനെ സംബന്ധിച്ചിട്ട് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള 6 സബ്ജക്ട്സിൽ മിനിമം 4 സബ്ജക്ട്സ് നമ്മുടെ ഒരു അറ്റംപ്റ്റിൽ പാസ്സായാൽ മാത്രമായിരിക്കും നമുക്ക് ബാക്കിയുള്ള 2 സബ്ജക്ട്സ് സെക്കൻഡ് അറ്റംപ്റ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ 4 കുറവ് സബ്ജക്ട്സ് ആണ് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്നതെങ്കിൽ എല്ലാ സബ്ജക്ട്സും, അതായത് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള 6 സബ്ജക്ട്സും എന്ത് ചെയ്യണം, ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ എഴുതേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമ്മുടെ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് അതെന്താണ്, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. പ്രാക്ടിക്കൽ ഓറിയന്റഡ് മീൻസ് എന്താണ്, മേ ബി അതെന്താണ് ക്ലിനിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവാം, അത് കൂടാണ്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടാവാം, വൈവാസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും എന്ത് വരുന്നത്, നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എക്സാമിനേഷനകത്ത് വരുന്നത്. ദെൻ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എക്സാമിനേഷനെ സംബന്ധിച്ചിട്ട് എല്ലാ വർഷത്തിലും എന്താണ് ജൂണിലും ഡിസംബറിലുമായിരിക്കും നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത്. സെയിം ലൈക്ക് നമ്മളിപ്പോൾ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു വർഷത്തിൽ 2 അറ്റംപ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2വിലും നമുക്ക് എന്തുണ്ട്, ഒരു വർഷത്തിൽ 2 അറ്റംപ്റ്റ്സ് അവൈലബിൾ ആണ്. ദെൻ ഇത് കൂടാണ്ട് നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2വിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2വിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ അറ്റംപ്റ്റിലും അത് കൂടാണ്ട് ഒരു സപ്ലിമെന്ററി എക്സാം കൂടെ നടത്തുന്നുണ്ട്. പക്ഷേ സപ്ലിമെന്ററി എക്സാമിനേഷൻ കൊടുക്കണമെങ്കിൽ NMC പറഞ്ഞിരിക്കുന്ന എന്താ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2വിന് നമുക്ക് ടോട്ടൽ ആയിട്ട് 7 സബ്ജക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു 7 സബ്ജക്റ്റിൽ മിനിമം നമ്മൾ 3 സബ്ജക്ട് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റും, സപ്ലിമെന്ററി എക്സാമിനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2വിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെഗുലർ എക്സാമിനേഷനും അത് കൂടാണ്ട് നമ്മുടെ എന്താണ് സപ്ലിമെന്ററി എക്സാമിനേഷനും ചേർത്തിട്ട് ഒരു വർഷത്തിൽ 4 അറ്റംപ്റ്റ് ആണ് ഒരു സ്റ്റുഡന്റിനുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഒരു വിദ്യാർത്ഥിക്ക് പാസ്സാവുന്ന രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം എന്ത് ചെയ്തേക്കുന്നത്, ഫ്രെയിം ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എക്സാമിനേഷന്റെ റെഗുലർ എക്സാമിനേഷൻസ് ജൂണിലും ഡിസംബറിലും നടക്കുമ്പോൾ അതിന്റെ എന്താണ് സപ്ലിമെന്ററി എക്സാം നടക്കുന്നത് പറഞ്ഞാൽ സെപ്റ്റംബറിലും മാർച്ചിലുമാണ്. അതായത് എന്താ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈവൻ സപ്ലിമെന്ററി എക്സാം കൊടുക്കാനായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് എന്താ പ്രിപ്പയർ ആവാനായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു 3 months കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡന്റിന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് നോക്കുന്ന സമയത്ത് പറഞ്ഞാൽ മെഡിസിൻ ആൻഡ് അലൈഡ് ഡിസിപ്ലിൻസ് വരുന്നുണ്ട്, ദെൻ സർജറി ആൻഡ് അലൈഡ് ഡിസിപ്ലിൻസ് വരുന്നുണ്ട്, ദെൻ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ENT, ഒഫ്താൽമോളജി, ദെൻ ഓർത്തോപീഡിയാട്രിക്സ്. ഓക്കെ, ഇത്രയും സബ്ജക്ട്സുകളാണ് എന്ത് വരുന്നത് നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2വിനകത്ത് പ്രാക്ടിക്കൽ എക്സാമിനേഷനകത്ത് വരുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എക്സാമിനേഷനെ സംബന്ധിച്ചിട്ട് ആൾക്ക് സപ്ലിമെന്ററി എക്സാമിനേഷൻ കൊടുക്കണമെങ്കിൽ ആളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ മിനിമം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ 3 സബ്ജക്ട്സ് എങ്കിലും എന്താണ് പാസ്സായാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സപ്ലിമെന്ററി എക്സാമിനേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഇല്ല എങ്കിൽ ആൾക്ക് ഫ്രഷ് ആയിട്ട് മാത്രമായിരിക്കും എക്സാമിനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ നെസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ വൺസ് നെസ്റ്റ് വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെയായിരിക്കും നമുക്ക് അഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ഇത് ഇന്ത്യയിലെ വിദേശത്തും പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ആർക്കായിരിക്കും കൂടുതൽ ഗുണകരമാവാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ കറന്റ്ലി എന്താണ് ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ലൈസൻസിങ് എക്സാം ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടാണ് അവർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷനിലോട്ട് പോകുന്നത് അല്ലേ. സോ വൺസ് നെസ്റ്റ് ഇംപ്ലിമെന്റ് ആയി കഴിയുമ്പോൾ ഇന്ത്യയിലെയും വിദേശത്തും MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് എങ്ങനെയാണ് അഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ഇതിൽ ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്.
സോ എനിഹൗ കറന്റ്ലി ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ വേറെ എക്സാമിനേഷൻസ് ഒന്നും തന്നെ കൊടുക്കാണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് എന്താ FMG എന്ന് പറഞ്ഞ പേരിൽ ഒരു എക്സാമിനേഷൻ കൊടുക്കുന്നത്, ഇല്ലേ? പിന്നെ നമ്മുടെ നെസ്റ്റിന്റെ സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ നോക്കി കഴിഞ്ഞു. കാര്യം നെസ്റ്റിന്റെ സ്റ്റെപ്പ് 1 കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാനായിട്ട് പോവാണ്? ഇന്ത്യയിലായാലും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയായാലും ഇന്ത്യയിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ അത് സൂപ്പർവൈസറി ഇന്റേൺഷിപ്പ് എന്ന പേരിലാണ് FMGL റെഗുലേഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ വാട്ട് എവർ കേസ് രണ്ടുപേരും ചെയ്യാനായിട്ട് പോകുന്നത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ എന്ത് ചെയ്യണം? ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂള് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വൺസ് നെസ്റ്റിന്റെ ഫസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി കേസസ് ആൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോ പോയി ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് തിരിച്ച് നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 കൊടുക്കാനായിട്ട് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്രൈവറ്റ് കോളേജസിലോ അല്ലെങ്കിൽ അധികം പേഷ്യൻസ് ഒന്നും ലഭിക്കാത്ത കോളേജുകളിൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ വലിയ കടമ്പയാവാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ബിക്കോസ് വേറൊന്നല്ല, എനിഹൗ നെസ്റ്റിന്റെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുള്ളി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അത്യാവശ്യം നല്ല കേസസ് കാണാണ്ട് സ്റ്റുഡന്റിന് എന്തായാലും പാസ് ആവല് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബിലോ ആവറേജ് കോളേജുകളിൽ അല്ലെങ്കിൽ പേഷ്യൻസ് ഇല്ലാത്ത കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യണം? ആള് ഈ കോളേജിൽ നിന്ന് NOC മേടിച്ചിട്ട് ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി എന്തായാലും അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് തന്നെ ആള് മുടക്കേണ്ടതായിട്ടും വരും, ശരിയല്ലേ? ഇല്ല എങ്കിൽ കേസസ് പ്രോപ്പർ കേസസ് ഒന്നും ഇല്ലാത്ത കോളേജിൽ ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ സ്റ്റെപ്പ് 2 പാസ്സാവല് ഒരു ഹിമാലയൻ ടാസ്ക് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു ആസ്പെക്ട്സ് നോക്കുമ്പോൾ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ്. ബിക്കോസ് ഗവൺമെന്റ് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇങ്ങനെ ഒരു റൂൾ വെച്ചിട്ടുള്ളത്. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നൊരു റൂൾ ഓൾറെഡി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഇന്റേൺഷിപ്പ് അലോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ ആ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ പാസ്സാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇന്ത്യയിലെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് നെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല? ഒരു ഹെഡേക്ക് ആവാനായിട്ട് പോകുന്നില്ല. ബിക്കോസ് അവർ ഓൾറെഡി തിയറിയും പ്രാക്ടിക്കലും ഒക്കെ വളരെ നല്ല കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ട് ആകാനായിട്ട് പോകുന്നില്ല. ഓക്കെ, സോ എനിഹൗ 2025 മുതൽ വൺസ് നെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ ഇംപ്ലിമെന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കണ്ടറിയാം ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണോ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആവാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണോ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആവാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടറിയാം. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിഹൗ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഫ്രീ ആയിട്ട് ഇന്റേൺഷിപ്പ് കൊടുക്കണം എന്നുള്ളൊരു റൂൾ കറന്റിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ഫ്രീ എന്നുള്ളത് പെയ്ഡ് ആയാൽ പോലും അങ്ങനെ ഒരു റൂൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ വളരെ യൂസ്ഫുൾ ആവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ അപ്പോൾ എന്ത് ചെയ്യാം? മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ്സുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.